ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ദിസ് ഇസ് മീ ജോമിയ. ആക്ച്വലി ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഗ്നൻസി ക്രാവിങ്സ് ആണ്. അത് ചോദിച്ചാൽ ഞാൻ പ്രഗ്നന്റ് ഒന്നല്ല ഗൈസ് ഇപ്പോൾ. അപ്പോൾ പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറയാനായിട്ട് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലിയിൽ എന്തായാലും ഒരു സ്ത്രീയെങ്കിലും പ്രഗ്നന്റ് ആവാണ്ട് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് റോഡിലോട്ട് ഇറങ്ങിയാലും കാണാൻ പറ്റും ഒരുപാട് പ്രഗ്നന്റ് ലേഡീസിന് അല്ലേ. അപ്പോൾ അവർക്ക് ഒരുപാട് ക്രാവിങ്സ് ഉണ്ടാവും ആ ടൈമിൽ. അത് കുറെ ആളുകൾക്ക് ഡൈജസ്റ്റബിൾ ആയിരിക്കും, ക്രാവിങ്സ് ഒക്കെ ഉണ്ടാവും, സത്യമാണ്. ചില ആളുകൾ വിചാരിക്കും വിശന്നിട്ട് കഴിക്കണം വിചാരിക്കും, ചില ആളുകൾക്ക് ആ ടൈമിൽ ഉണ്ടാവണം പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, അത് സത്യമാണോ അതൊരു ഫേക്ക് സംഭവമാണോ? സത്യമാണ്. അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് സിനിമയിലേക്കും അതന്നെ കേട്ടിട്ടുണ്ടല്ലോ, പച്ചമാങ്ങ. അത് സത്യം തന്നെ അറിയാൻ പാടില്ല. എൻ്റെ അനുഭവത്തിൽ, അതായത് ജോയുടെ അനുഭവം വെച്ച് നോക്കുമ്പോഴത്തേക്കും ജോയിന് മാങ്ങയോടൊന്നും കൊതിയില്ലാന്. പക്ഷേ മസാല ദോശ ഒരു ഫേമസ് ആണ് ഈ പ്രഗ്നൻസി ടൈമിൽ. ജോയിന് രാത്രിയൊക്കെ ഒരു 11-12 മണിക്കും കട അടച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മസാല ദോശ വേണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സത്യമായിരിക്കാം. ആക്ച്വലി പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. പിന്നെ നമുക്ക് ചില ഫുഡ്സിനോട് ഒട്ടും ഓരോരുത്തർ ഡിപ്പെൻഡബിൾ ആണ് കേട്ടോ. ചില ആൾക്കാർക്ക് ചില ഫുഡ്സ് ഒട്ടും ഇഷ്ടപ്പെടാവില്ല. ചിലപ്പോൾ ആ ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കും വേറെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ മോസ്റ്റ് ഓഫ് ദം ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മസാല ദോശ എന്ന് പറയുന്ന സംഭവം എല്ലാ പ്രഗ്നന്റ് ലേഡീസിനെയും ഒരു മെയിൻ ഇഷ്ടമുള്ള ഒരു ഫുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ, ഞാൻ പൊതുവെ എല്ലാവരും മാങ്ങ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. എനിക്ക് പുളിയൊന്നും അത്ര വലിയ തോന്നിയിട്ടില്ല. രണ്ട് പ്രഗ്നൻസി പീരീഡിലും ഞാൻ അങ്ങനെ പുളി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സ്പൈസി ഫുഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ക്രാവിങ്സ് എന്ന് പറയുന്ന സംഭവം സത്യമാണ് ആക്ച്വലി. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി, പക്ഷെ അത് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ രണ്ട് പ്രഗ്നൻസി ടൈമും അടുത്തടുത്ത് ആയതുകൊണ്ട് എനിക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ സയു ചിലർ പറയാറുണ്ട് ആൺകുട്ടികളായിരിക്കുമ്പോൾ ഓരോ കൊതികളായിരിക്കും, പെൺകുച്ചുങ്ങളാണെങ്കിൽ ഒരു കൊതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എക്സാക്ട്ലി നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവം റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഇൻഫോർമേഷൻസ് ആർക്കും തരാനുണ്ടെങ്കിലും അത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഉപകാരമായിട്ടല്ലേ. പിന്നെ വേറൊരു കോമൺ ആണ് ഹസ്ബൻഡ്സിന്റെ സ്മെല്ല് ഇഷ്ടമാണ്ടിരിക്കുക. അതും ഫ്രണ്ട്സിന് സംഭവമല്ലോ. എപ്പോഴും എവിടെ പറയാൻ പാടില്ല അതേ പറയുള്ളൂ. അത് ആക്ച്വലി പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ക്രാവിങ്സ് പറയുമ്പോൾ ഒരുപാട് ആൾക്ക് മാങ്ങക്കൊതി ഉണ്ടാവും, മസാല ദോശക്കൊതി ഉണ്ടാവും. ചില ആൾക്കാർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ബിരിയാണി ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് മസാല ഉള്ള ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര തേയിലായിട്ടുള്ള ബിരിയാണി ആയിരുന്നു എനിക്കിഷ്ടം. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഹസ്ബൻഡ്സ് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും ഉപകാരപ്പെടും. അവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ. പക്ഷെ എന്റെ അനുഭവം ആയിരിക്കണം എന്നില്ലല്ലോ, വ്യത്യാസമായിരിക്കും. അതായത് ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ എനിക്ക് സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നു. സയു ആയിരിക്കുമ്പോ സയാനായിരിക്കുമ്പോ എനിക്ക് സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇടക്കിടക്ക് എന്തെങ്കിലും, പക്ഷെ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ ടൈമിൽ നമുക്ക് ഷുഗർ ഹൈ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഷുഗറൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം. എന്തായാലും നമ്മൾ ചെക്കപ്പ് ഉണ്ടാവും, നമുക്കല്ലേ ഒരു 3 months കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഹെൽത്തിനെ പറ്റി അറിയുന്ന രീതിയിൽ വേണം നമ്മൾ എന്തായാലും എല്ലാ ഫുഡ്സും അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടേഴ്സൊക്കെ ചിലവരുടെ പറഞ്ഞിട്ടുണ്ടാവും ബാലൻസ്ഡ് ആയിട്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്കൊരു കൊതിയൊക്കെ ഉണ്ടാവില്ല ചെയ്യാം, അത് കഴിക്കണം ഇത് കഴിക്കണം. പിന്നെന്താ വിശപ്പ് വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഭയങ്കര വിശപ്പ്. ഞാൻ ഒറ്റടിക്ക് 2 മാസം ആഘോഷിക്കും. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ഗൈസ്. ഞാനത് ഓർക്കുന്നുണ്ട്. സേറനെ അരിക്കുമ്പോഴായിരുന്നു എനിക്ക് കൂടുതൽ വിശപ്പ്. അത് എനിക്ക് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല, സയാന ഫീഡും ചെയ്യുമായിരുന്നു, പ്രഗ്നന്റും ആണ് അറ്റ് സെയിം ടൈം. അപ്പൊ ഭയങ്കര വിശപ്പ് എന്തായാലും ആയിരിക്കും. ഫീഡ് ചെയ്യുന്ന ആൾക്കാരന്മാരാണെങ്കിലും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഫീഡിങ് മദേഴ്സിന് ഒരു പ്രത്യേകതരം വിശപ്പ് കൂടുതലായിരിക്കും. പ്രഗ്നൻസി ടൈമിനെക്കാളും വിശപ്പായിരിക്കും. ഇവിടെ ഒരു ദിവസം ജോ ഫുഡ് എന്നിട്ട് എനിക്കും അമ്മച്ചിക്കും ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, ക്രാവിങ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് ഒരുപാട് ഫുഡ്സ്, സ്വീറ്റ്സ്, സ്പൈസി ഫുഡ്സിനോട് ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ഐസ്ക്രീംസ് പോലുള്ള ഫുഡ്സിനോടായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല മോർണിംഗ് തൊട്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് അത് ഒരു ദിവസത്തെ മൂടി പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഭയങ്കര ടയർഡ്നെസ്സും കാര്യങ്ങളാണെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നില്ല.
അപ്പൊ വെറുതെ എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ട് എങ്ങനെയും കിടന്നാൽ മതി എന്നൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില ദിവസം ചിലപ്പോൾ ആ ടയേർഡായിട്ടുള്ള ദിവസം ഇരിക്കുന്ന വെച്ചാൽ നൈറ്റ് കടകളൊക്കെ ക്ലോസ് ചെയ്ത് ഓർഡർ ചെയ്യാനുള്ള എല്ലാം ക്ലോസ് ചെയ്ത് കഴിയാന്ന് ഞാൻ അച്ഛനോട് പറയും, എനിക്ക് എന്തെങ്കിലും കഴിക്കണം അച്ഛനോട് പറയും. ജോജൊക്കെ രാവിലെ എൻ്റെ അടുത്ത് പറയും ഈ സമൂസ ചാറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ സമൂസ ചാറ്റ് വേണമെന്ന് പറയും. വൈകിട്ട് ഞാൻ അത് മേടിക്കാൻ പോകുമ്പോൾ അയ്യേ എനിക്ക് അങ്ങനെ ഇരുന്നു. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ, അതായത് ആ ഒരു മോർണിംഗ് ഉണ്ടാവണ പോലെ ഈവനിങ് ആകുമ്പോൾ ചിലപ്പോൾ അതിനോട് വെറുപ്പായി മാറിയിട്ടുണ്ടാവും ആ ഒരു പ്രത്യേക ഫുഡിനോട്. അപ്പൊ അതൊക്കെ എനിക്ക് ചില ആ ടൈമിൽ സമൂസ ഒരുപാട് കഴിച്ചിട്ട് എനിക്ക് ആ ടൈമില് അല്ലേ ലൂസ് മോഷനൊക്കെ അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അഡ്മിറ്റ് ആയില്ല, നൈറ്റ് പോയി ട്രിപ്പ് ചെയ്തിട്ട് വരും, തളർന്നു പോകും ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ ആയിട്ട്. എന്നാലും ഞാൻ പോയി കഴിക്കും. പിന്നെ എനിക്ക് സമൂസയൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ ആക്ച്വലി ആ ടൈമിലുള്ളതില്ല. അപ്പൊ സമൂസയായിട്ട് ആരും കഴിക്കത്തില്ല, ഒട്ടും വളരെ അൺഹൈജീൻ ആയിട്ടുള്ള ഫുഡ്സ് ആണ്. മാക്സിമം നല്ല ഫുഡ്സ് കഴിക്കണം. നല്ല ഇപ്പൊ ഫുഡ് കഴിക്കണം, പുറത്തുനിന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടൽസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് പോയി കഴിക്കാം. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ കണ്ടീഷനിൽ എന്തായാലും അതെ എല്ലാ ഹോട്ടൽസും ഈ ഒരു ഫുഡിന്റെ റീസൺ കാരണം അടക്കമാണ്. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, മരിച്ചു വരെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോവാ. ഈവൻ ഞാൻ 2 days ബിഫോറും പോയി വെച്ചിട്ട് ഇപ്പൊ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഒരുപാട് അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭവം ഒന്നല്ല. കുറെ ആളുകൾക്ക് അത് വെറുതെ വേണം എന്ന് വെച്ചിട്ട് ആളുകൾ പറയണേന്നായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി പ്രഗ്നൻസി ക്രാവിങ്സ് ഇഷ്ടം ആ സമയത്ത് ഒരു കൊതി ഉണ്ടാകും. മാക്സിമം അത് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിപ്പോ ഹസ്ബൻഡ് ആവണം എന്നില്ല, ആരാണെങ്കിലും അറിയണവരാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അത് ആ ടൈമിൽ അവർക്ക് കൊടുക്കണ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എല്ലാവർക്കും എന്തായാലും ഉണ്ടാകും. ആ ടൈമിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ വേണമെന്നില്ല, അവരെ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരുത്തുക അല്ലേ. ആ ടൈമിലായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട്. അത് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഹാപ്പിനെസ് ആയിരിക്കും അവയും അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ആയിരിക്കും വരുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. പ്രഗ്നൻസി ക്രാവിങ്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഈ ഒരു ഹസ്ബൻഡ്സ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വൈഫിനെ ഓടിപ്പോയി ചോദിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ക്രാവിങ്സ് എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എന്റെ മോസ്റ്റ് എനിക്ക് ഉണ്ടായ ഒരു പ്രഗ്നൻസി ക്രാവിങ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ 2 പ്രഗ്നൻസി ഞാൻ കൂടെ ഉണ്ടായതല്ലേ, പറയാൻ പറ്റും. സമൂസ തന്നെ ഇരുന്ന് കഴിച്ചു. എനിക്ക് അതിനോട് ഭയങ്കര, പക്ഷെ അത് ഇഷ്ടവുമല്ല ചില സമയത്ത്. കൂടുതലും ഞാൻ സമൂസയുടെ എന്നോട് പറഞ്ഞിട്ടെന്ന് വെച്ചത് അതായത് എല്ലാം കലർന്നൊരു ഫുഡാണല്ലോ. സ്വീറ്റ്നെസ്സും ഉണ്ട്, സ്പൈസിയും ആണ്, എന്തോ ഒരു ടൈപ്പിലുള്ള ഫുഡാണ്. പിന്നെ ഞാൻ ബിരിയാണി ചോദിക്കായിരുന്നു. പെയിലായിട്ടുള്ള ചിക്കൻ ബിരിയാണി, ബീഫ് അത്ര ഇഷ്ടമല്ല. പെയിലായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ അച്ചാറും ചോക്ലേറ്റും നിന്നിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്കുണ്ട് വിയേർഡ് കോമ്പിനേഷൻസ്. പേളി മണിയുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോഴാണ് അത് ഒരുപാട് ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് പിച്ചാൻ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റും അച്ചാറും. ആക്ച്വലി അത് തിന്നുമ്പേ അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട് വിയേർഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ. ഐസ്ക്രീമും ബിസ്ക്കറ്റും കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. അതായത് അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ ഇല്ലാണ്ടാവണ പോലെയൊക്കെ തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ടായിരിക്കും വിയേർഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് രണ്ടും ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഫുഡ്സ് കഴിക്കാൻ തോന്നുന്ന ഒരു ഹാബിറ്റ്. അത് ഈ പ്രഗ്നൻസി ക്രാവിങ്സിൽ ഉണ്ടാവണ ഒരു വൺ ഓഫ് റീസൺ ആണ്. അപ്പൊ അതൊക്കെ ഒരു വിയേർഡ് തിങ്സ് ആണ് പ്രഗ്നൻസി പീരീഡില്. ബാക്കിയുള്ളവർ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യൻ തിന്നോ അതൊക്കെ തോന്നും. ആക്ച്വലി ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് സമയം കൂടെയാണ് അത്. അപ്പൊ മാക്സിമം ഈ ഒരു 9 months പീരീഡ് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എൻജോയ് ചെയ്യുക. ഈ ഒരു പീരീഡ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ തിരിച്ചു കിട്ടില്ല. എക്സൈറ്റഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ ബൈ.